CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടി തന്നെ ഗൂഢാലോചന നടത്തുകയും പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. എന്നിട്ട് സംഭവം നടന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള സ്ഥിരം പ്രസ്താവനകൾ പാർട്ടി ഓഫീസിൽ എഴുതി വച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. ഈ കേസിൽ 10 പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അതുപോലെ 4 പ്രതികൾക്ക് 5 വർഷം തടവുമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കടുത്ത ശിക്ഷ ആണ് കിട്ടിയിരിക്കുന്നത്. 10 പേരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു. കൊല്ലപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ചു ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യസ്തമാക്കുന്നത് ഒരു MLA ലെവലിലൊക്കെ ഉള്ള ആൾ ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഏതാനും പ്രവർത്തകന്മാർ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് പാടായിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാ എന്നുള്ളതാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് UDFൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം, പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ്. അല്ല, ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ, അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം, ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക. ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ, നേതാക്കൾ, MLA ലെവലിലൊക്കെ ഉള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വികാരം തന്നെയാണ് ശിക്ഷ പോരാ എന്നുള്ളത്. ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. 2 പിഞ്ചോമനകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്കെതിരെ കോടതി നൽകിയ ഏറ്റവും വലിയ താക്കീതാണ്. ഇത് പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. കാരണം കൂടുതൽ ശിക്ഷ ഇവർ അറിയിക്കുന്നുണ്ട്. രമേശ് ശരത്ലാലിനെ ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവർക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നാണ് ആ കുടുംബവും എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശിക്ഷയ്ക്ക് വേണ്ടി തുടർന്നുള്ള നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു: മാർക്സിസ്റ്റ് പാർട്ടി ഏത് കൊടും കൊലപാതകവും നടത്തുന്ന പാർട്ടിയാണെന്ന് തെളിയിക്കുന്നു. മനുഷ്യ സ്നേഹത്തിനോ മനുഷ്യരുടെ വിശ്വാസത്തിനോ ഒരു അർത്ഥവുമില്ല. ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തിയ ഈ നരാധമന്മാരോട് കേരളം പൊറുക്കില്ല. ഈ ശിക്ഷ പോരാ എന്നുള്ള അഭിപ്രായം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയാവില്ല. അത്ര വലിയ പാപമാണ് ഈ കുഞ്ഞുങ്ങളെ ചതിച്ച് ഈ കേസ് ഏറ്റെടുത്ത് കോടികൾ വാങ്ങിയിട്ടും കേസ് തോറ്റത് ദൈവനിശ്ചയമാണ്. ഇനി ഈ CKC എന്ന വീട്ടിൽ ഒരു ഈച്ചയും കേസുമായി പോവില്ല, ആരും പോവില്ല. ഇപ്പൊ തന്നെ അവിടെ ഒരു വലിയ പോലീസ് വണ്ടി കാവല. ഇതിനാ കാവല്? അങ്ങേരെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി ആ വീട്ടിൽ ഒരു കേസുമായി ആരും പോവില്ല. കാരണം ഇന്ന് സമൂഹം വെറുക്കപ്പെടുന്ന ഒരു വക്കീലായി CK ശ്രീധരൻ മാറി. അതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഈ കുടുംബത്തെ ചതിച്ചു,
വഞ്ചിച്ചു, അവരെ ഒറ്റുകൊടുത്തു. കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യനാകാം, ദീപസ്തംഭം മഹാചര്യം, എനിക്ക് പണം കിട്ടണം, പണത്തിന് വേണ്ടി ആയിക്കോട്ടെ, പക്ഷേ ഈ കേസ് അദ്ദേഹം ഏറ്റെടുക്കാൻ പാടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കേസിൽ വിധി പ്രസ്താവം ഉണ്ടായത്. ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത് കൃത്യം 1 തൊട്ട് 10 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവുമാണ്. കേസ് നടക്കട്ടെ, പക്ഷേ ഈ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കില്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണം. റിട്ടാലിയേഷനെ സംബന്ധിച്ച്, വികാരങ്ങളെ സംബന്ധിച്ച്, ഒരു സംഘർഷ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് പലതും പറയാം. പക്ഷേ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കാത്തിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രാജ്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. സ്ഥലവും നാളും തീയതിയും സമയവും കുറിച്ച് ആളുകളെ തീരുമാനിച്ച് അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത്, പാർട്ടി പ്ലാൻ ചെയ്ത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി തിരക്കഥ എഴുതി CPM അഭിനേതാക്കളെ വിട്ട് CPM സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ്. ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ CPMന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. CPM നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത്. വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിനില്ല. പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത്. ശിക്ഷയുടെ കാഠിന്യം അതിനെ സംബന്ധിച്ചുള്ള നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായവരും ഇവിടെ രക്ഷപ്പെടുത്താൻ നോക്കി ഇതിൻ്റെ ഭാഗമായ മുൻ MLA ഉൾപ്പെടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗിച്ച് കേസ് CBIക്ക് വിടുന്നതിനെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ചത്. ആ അട്ടിമറി ശ്രമത്തെ കൂടിയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്, പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ്. കാരണം ഈ വിധി അവരുടെ മേലെ വരാതിരിക്കാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത്. ആ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത്, ജനങ്ങളുടെ നികുതി പണത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാണ്, പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ചന്ദ്രശേഖർ വധക്കേസിന് ശേഷം, ഷുക്കൂർ വധക്കേസിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊലപാതക കേസുകളിൽ പാർട്ടി പ്രവർത്തകരെയും ഗുണ്ടകളെയും പറഞ്ഞു വിട്ട് കൊല്ലിക്കുന്ന CPMന്റെ ആസൂത്രണം പൊളിയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ നിരന്തരമായി കണ്ണൂർ കൊലക്കേസുകളിലെ അല്ലെങ്കിൽ CPM വധക്കേസുകളിലെ പ്രതികളാക്കപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ടൂളുകളാണ്. അതിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPMന്റെ നേതൃത്വമാണ്. ഇപ്പോൾ ചന്ദ്രശേഖർ വധക്കേസിൽ തന്നെ സഖാവ് പിണറായി വിജയൻ വരെ നീണ്ടു നിൽക്കുമായിരുന്ന ഒരു ഗൂഢാലോചന, അതിൻ്റെ ഒരുപക്ഷെ അതിലെ ചെറിയ ഘട്ടത്തിൽ മാത്രം പൊളിഞ്ഞുപോയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ കേസ് പ്രതീക്ഷാ നിർഭരമായി തന്നെ ഗൂഢാലോചനക്കാരെ അടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അർത്ഥത്തിൽ അതിൻ്റെ ഒരു അവസാനത്തെ വന്നിരിക്കുന്ന വിധിയാണ് ഇപ്പോൾ പെരിയ കേസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ട ജീവപര്യന്തം മതിയോ, വധശിക്ഷ ആവശ്യമുണ്ടോ എന്നൊക്കെ ചർച്ച നടത്തേണ്ടത് അതിൻ്റെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ ആ കേസിൽ പാർട്ടിയുടെ നേതാക്കന്മാർ, കാസർഗോഡ് ജില്ലയിലെ തലമുതിർന്ന പാരമ്പര്യമുള്ള നേതാവ് കൂടിയായിട്ടുള്ള അവിടുത്തെ മുൻ MLA അടക്കം ഇതിലെ പ്രതിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ CPMന്റെ നരനായാട്ട് ഒരു യാദൃച്ഛികമായ സംഭവമല്ല, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുണ്ടാവുന്നതല്ല, വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തിയിട്ട് CPM എന്ന പാർട്ടി തന്നെ നടത്തുന്ന കലാപങ്ങളും കൊലപാതകങ്ങളാണ് കേരളത്തിലേത് എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെടുകയാണ് ഈ വിധി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ.